ഇന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ പറ്റി പഠിപ്പിച്ചു. അതിൻ്റെ ഒരു റിവിഷനാണ് ഇപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നത്. സോ ഇന്ന് സാറ് ക്ലാസ്സിൽ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിലോട്ട് പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പൈസ വരുകയോ ചെയ്യുന്ന എൻട്രികൾ മാത്രമാണ് ക്യാഷ് ബുക്കിൽ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കടമായിട്ടൊരു സാധനം മേടിച്ചു അല്ലെങ്കിൽ കടമായിട്ട് നമ്മുടെ ഒരു സാധനം വിറ്റു. ഇതൊരിക്കലും ക്യാഷ് ബുക്കിൽ എഴുതില്ല. കാരണം നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, കടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലോട്ട് പൈസ വന്നു എന്ന് ഉറപ്പുള്ള എൻട്രി മാത്രമാണ് ക്യാഷ് ബുക്കിൽ എഴുതുക. ഈ ക്യാഷ് ബുക്ക് തന്നെ 3 തിരിച്ചിട്ടുണ്ട്: സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഇതിൽ സാർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാക്കിയുള്ള ക്യാഷ് ബുക്കിനേക്കാൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം ഉണ്ടാവും. സോ ഡബിൾ കോളം ക്യാഷ് ബുക്കിന് 2 സെക്ഷനാണുള്ളത്. റെസിപ്റ്റ് സെക്ഷൻ, ഈ ഒരു വരയ്ക്കപ്പുറം റെസിപ്റ്റ് സെക്ഷൻ, ലെഫ്റ്റ് സൈഡ് റെസിപ്റ്റ് സെക്ഷൻ, റൈറ്റ് സൈഡ് പേയ്മെൻറ്റ് സെക്ഷൻ. റെസിപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലോട്ട് പൈസ വരുന്നതെല്ലാം, ബിസിനസ്സിലോട്ട് പൈസയായിട്ട് വരുന്നതെല്ലാം നമ്മൾ ഈ സൈഡിൽ എഴുതും. ബിസിനസ്സിൽ നിന്ന് പൈസയായിട്ട് പുറത്തോട്ട് പോകുന്നത്, ബിസിനസ്സിൻ്റെ ചിലവുകളെല്ലാം പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് ഈ സൈഡിൽ എഴുതും. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. സോ ഇത് പുറത്തോട്ട് പോകുന്നത്, ക്യാഷ് പുറത്തോട്ട് പോകുന്ന ഇവിടെ എഴുതും, ക്യാഷ് അകത്തോട്ട് വരുന്നത് ഇവിടെ എഴുതും. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ്, ഫോർമാറ്റിൽ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഡേറ്റ്. ആ ഡേറ്റ് അതേപോലെ ഓരോ ട്രാൻസാക്ഷൻ എടുത്തെഴുതുമ്പോൾ ഡേറ്റ് ഈ സൈഡിൽ എഴുതുക. പിന്നെ ഇവിടെ പർട്ടിക്കുലേഴ്സ്, അതായത് ട്രാൻസാക്ഷൻ എടുത്തെഴുതുക. ഇവിടെ ക്യാഷ്, റെസിപ്റ്റിൻ്റെ സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ നമ്മുടെ കയ്യിലോട്ട് പൈസ വരുന്നത് ക്യാഷ് ആയിട്ട് ആണ് വരുന്നതെങ്കിൽ ഈ സൈഡിൽ എഴുതും, ക്യാഷ് കോളത്തിൽ. പിന്നെ നമ്മുടെ കയ്യിലോട്ട് പൈസ വരുന്നത് ചെക്കായിട്ടാണെങ്കിൽ ഈ കോളത്തിൽ, ബാങ്ക് കോളത്തിൽ എഴുതും. അടുത്തത് അതേപോലെ തന്നെ റെസിപ്റ്റ് പേയ്മെൻറ്റ് സൈഡിലും ഡേറ്റും പർട്ടിക്കുലേഴ്സും അതേപോലെ തന്നെ. പിന്നെ ഈ ക്യാഷ് കോളം എന്ന് പറയുന്നത് നമ്മൾ പുറത്തോട്ട് പൈസ കൊടുക്കുന്നത്, ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്ന പൈസ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സൈഡിൽ എഴുതും, ഇനി ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സൈഡിൽ എഴുതും. പിന്നെ ഇതിൽ സാർ ഇന്ന് ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യനാണിത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാങ്ക് 5000, ക്യാഷ് 450. അതായത് ഇത് ജനുവരി തുടങ്ങുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഇതിന് ഡിസംബറിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പം നമ്മുടെ കയ്യിൽ ബാങ്കിൽ 5000 രൂപ ഉണ്ടായിരുന്നു, ബാക്കി ക്യാഷിൽ 450 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങുമ്പം നമ്മൾ ആ പൈസ അതേപടി എടുത്ത് ഈ അക്കൗണ്ടിലോട്ട് ഇടണം, കഴിഞ്ഞ മാസത്തെ ബാക്കിയാണ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതിനാണ് ഏറ്റവും ആദ്യത്തെ ഈ എൻട്രി വന്നിരിക്കുന്നത്. 1/1 ബാലൻസ് ബ്രോഡ് ഡൗൺ, കഴിഞ്ഞ മാസത്തെ ബാക്കി വന്ന പൈസ അതേപാടെ എടുത്തിടുന്നതിന് പറയുന്ന പേരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ക്വസ്റ്റ്യനിൽ നോക്കുമ്പം നമുക്ക് ക്യാഷാണ് ക്യാഷ് വന്നിരിക്കുന്നത് 450 രൂപയാണ്. റെസിപ്റ്റ് സൈഡിലായതുകൊണ്ട് ക്യാഷ് കയ്യിലോട്ട് വന്നിരിക്കുന്നു 450, ക്യാഷ് കോളത്തിൽ എഴുതി. ബാങ്കിൽ എത്രയാണ് വന്നേക്കുന്നത്, ബാലൻസ് 5000 ആയിരുന്നു, അത് അതേപോലെ എടുത്തെഴുതി. അപ്പം ആ എൻട്രി അവിടെ തീർന്നു. കാരണം നമ്മുടെ കയ്യിലോട്ട് 2 സെറ്റ് ക്യാഷ് ആയിട്ടും വന്നു, ബാങ്ക് ആയിട്ടും വന്നു, അത് രണ്ടും അവിടെ എഴുതി, ആ എൻട്രി തീർന്നു. അടുത്ത എൻട്രി വിഡ്രോ ₹2000 ഫ്രം ബാങ്ക് എന്നാണ്. അതായത് ബാങ്കിൽ നിന്ന് 2000 രൂപ നമ്മൾ ക്യാഷ് ആയിട്ട് പിൻവലിച്ചു. അപ്പോൾ അതിലെ എൻട്രി എന്ന് പറയുന്നത്, ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. ക്യാഷ് കൂടി ബാങ്കിൽ കുറഞ്ഞു, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൂടി ബാങ്കിലുള്ള പൈസ കുറഞ്ഞു. അപ്പം ഇതിൽ നമ്മൾ ക്യാഷ് ബുക്കായിട്ട് റിലേറ്റ് ചെയ്യുമ്പം 2 എൻട്രി വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു, കയ്യിലോട്ട് പൈസ വരികയും ചെയ്തു. ബാങ്കിൽ നിന്ന് പൈസ പോയി, ക്യാഷ് ആയിട്ട് അത് തിരിച്ചു വന്നു. അപ്പം റെസിപ്റ്റ് സൈഡിലും എൻട്രി വരും, പേയ്മെൻറ്റ് സൈഡിലും എൻട്രി വരും. ട്രാൻസാക്ഷൻ ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ അതിന് അവിടെയും ഇവിടെ എൻട്രി വരും. അവിടെയും ഇവിടെയും ഒരുമിച്ച് എൻട്രി വരുന്നതിനാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെയിം ഡേറ്റ്, ഒറ്റ ഡേറ്റ് ആണ്, 3-ാം തീയതിയാണ്, ഒറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. വിഡ്രോ 2000 ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് 2000 പിൻവലിച്ചു, പക്ഷേ അത് റെസിപ്റ്റിലും പേയ്മെൻറ്റിലും ഒരേപോലെ വരും. സോ അതിനാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. കോൺട്രാ എൻട്രികൾക്ക് നമ്മൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഒരു C മാർക്ക് ചെയ്യും. കോൺട്രാ എൻട്രിയുടെ സിമ്പലാണ് C, അത് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ മാർക്ക് ചെയ്യും. ഇപ്പം ആ ട്രാൻസാക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുക. 3-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ, വിഡ്രോ ₹2000 ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് 2000 പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് നമുക്ക് പിൻവലിക്കുമ്പോൾ ക്യാഷ് കൂടും, കയ്യിലെ പൈസ കൂടി, പൈസ വന്നു, റെസിപ്റ്റ് സൈഡിൽ പൈസ വന്നു, 2000 ക്യാഷായിട്ട് വന്നു. എങ്ങനെ വന്നു? ബാങ്കിൽ നിന്ന് പിൻവലിച്ചതുകൊണ്ട് വന്നു. അതുകൊണ്ട് റീസൺ ആയിട്ട് ടു ബാങ്ക് എന്ന് എഴുതും, ഡേറ്റും എഴുതും.
അതേ എൻട്രിയുടെ ഓപ്പോസിറ്റ് എൻട്രി ഇപ്പുറത്തെ സൈഡിൽ വരണം, കോൺട്ര എൻട്രി ആയതുകൊണ്ട്. സോ നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ നിന്ന് പൈസ പോയി, 2000 എഴുതി, എങ്ങനെ പോയി? ക്യാഷ് ആയിട്ട് പോയി. ക്യാഷ് ആക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് പൈസ പോയി, അതേ സെയിം ഡേറ്റ്. അപ്പം അതിന് രണ്ട് സൈഡിലും എൻട്രി വന്നു, ആ അക്കൗണ്ട് ക്ലോസ് ആയി. അതിനാണ് കോൺട്ര എൻട്രി. അതാണ് ഫസ്റ്റ് കോൺട്ര എൻട്രി ഇതിനകത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം, അടുത്ത 5-ാം തീയതി ബ്രോട്ട് ഗുഡ്സ് ഫോർ 1500 ബൈ ചെക്ക്. അതായത് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് മേടിച്ചു 1500 രൂപയ്ക്ക്. ക്യാഷ് വെച്ച് കൊടുത്തല്ല മേടിച്ച്, ബാങ്കിൽ നിന്ന് പൈസ കൊടുത്താണ് മേടിച്ചത്, ചെക്ക് കൊടുത്താണ് മേടിച്ചത്. അപ്പം ഈ എൻട്രി നമ്മൾ ക്യാഷ് ബുക്കായിട്ട് റിലേറ്റ് ചെയ്യുമ്പം ഇതിന് ജേണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ്. പർച്ചേസ് കൂടി, ഗുഡ്സ് കൂടി, ഇത് ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞു. അപ്പം അതൊരു പേയ്മെൻ്റ് ആണ്. ഗുഡ്സ് മേടിക്കാൻ വേണ്ടി നമ്മൾ കയ്യിലെ പൈസ കൊടുത്തു, ബാങ്കിലെ പൈസ കൊടുത്തു, അപ്പോൾ അതൊരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലാണ് അത് എഴുതുന്നത്. 5/1 എന്ന് പറഞ്ഞ ഡേറ്റ് എഴുതി, ബാങ്കിൽ നിന്ന് 1500 രൂപ കുറഞ്ഞു. അതെങ്ങനെ കുറഞ്ഞു? പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറഞ്ഞു. അപ്പോൾ ആ റീസൺ പർച്ചേസ് എന്ന് എഴുതി. അതിൽ വേറൊരു എൻട്രിയും വരുന്നില്ല, പർച്ചേസും ബാങ്ക് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആ എൻട്രി അവിടെ തീർന്നു. അടുത്ത എൻട്രി എന്ന് പറയുന്നത് 8-ാം തീയതി പർച്ചേസ്ഡ് സ്റ്റേഷനറി മേടിക്കാൻ 50 രൂപ മുടക്കി, ₹50. ചെക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുത്തത്, കയ്യിലെ ക്യാഷാണ് കൊടുത്തത്. അപ്പം ഇതും ഒരു പേയ്മെൻ്റ് ആണ്. വിച്ച് മീൻസ് സ്റ്റേഷനറി മേടിക്കാൻ വേണ്ടി കയ്യിൽ നിന്നാണ് പൈസ പോയത്. കയ്യിൽ നിന്ന് പോയതെല്ലാം ഇവിടെ എഴുതും. കയ്യിൽ നിന്ന് പൈസയായിട്ട് പോയി സ്റ്റേഷനറി മേടിക്കാൻ വേണ്ടി 50 രൂപ ക്യാഷ് ആയിട്ടാണ് പോയത്, ബാങ്കിൽ നിന്നല്ല, ക്യാഷ് ആയിട്ട് പോയി. അതുകൊണ്ട് ആ എൻട്രി അവിടെ ക്ലോസ് ആയി. അടുത്ത എൻട്രി എന്ന് പറയുന്നത് 11-ാം തീയതി പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ ₹100 ബൈ ചെക്ക്. ഇതും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ വേണ്ടി 100 ചെക്കായിട്ട് കൊടുക്കുവാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കുറഞ്ഞു, അതും പേയ്മെൻറ്റ് സൈഡിൽ തന്നെ വരും. ചെക്കായിട്ട് കൊടുത്തതുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബില്ലെന്ന റീസൺ എഴുതിയ ശേഷം പൈസ കുറയ്ക്കുന്നത് ബാങ്കിൽ നിന്നാണ്, ചെക്കായിട്ട് കൊടുത്തതുകൊണ്ട്. അടുത്ത എൻട്രി വരുന്നതാണ് സോൾഡ് ഗുഡ്സ് ₹2000 ആൻഡ് റിസീവ്ഡ് ചെക്ക്. അതായത് നമ്മുടെ ബിസിനസ്സിലുണ്ടായിരുന്ന ഗുഡ്സ് നമ്മൾ വിറ്റു, അത് 2000 രൂപയ്ക്കാണ് വിറ്റത്. വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് പൈസ വരും. അപ്പോൾ അത് നമുക്കൊരു റെസിപ്റ്റാണ്, നമുക്ക് ഇങ്ങോട്ട് വരുന്ന എല്ലാം റെസിപ്റ്റാണ്. പക്ഷേ അത് വന്നിരിക്കുന്നത് ചെക്കായിട്ടാണ്. സോ ബാങ്കിലോട്ടാണ് ആ പൈസ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ആ ഡേറ്റ് എഴുതി 15/1 ടു സെയിൽസ്. ഗുഡ്സ് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ നമ്മളതിന് സെയിൽസ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പം അതിന് സെയിൽസ് എന്ന് പറയും, ഗുഡ്സ് നമ്മൾ മേടിക്കുമ്പം അതിന് പർച്ചേസ് എന്നും പറയും. സോ നമ്മളിപ്പോൾ വിൽക്കുവാണ് ചെയ്തത്, ടു സെയിൽസ് എന്ന് എഴുതി. എങ്ങനെ വിറ്റപ്പോൾ നമ്മുടെ കയ്യിലോട്ട് വന്നത് 2000 രൂപ ചെക്കായിട്ടാണ് വന്നത്. സോ ബാങ്ക് കോളത്തിൽ 2000 രൂപ വന്നെന്നും കാണിച്ചു. ആ എൻട്രിയും അവിടെ ഓക്കെ ആയി. അടുത്തത് ലാസ്റ്റ് എൻട്രി 20-ാം തീയതി പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹150. അതായത് ബാങ്കിലോട്ട് പൈസ ഇട്ടു. ബാങ്കിലോട്ട് പൈസ ഇടുമ്പം അതിൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. അതായത് ബാങ്കിലെ പൈസ കൂടി, കയ്യിലിരുന്ന ക്യാഷ് കുറഞ്ഞു. നേരത്തെ വന്ന പോലെ തന്നെ ഇതും ഒരു കോൺട്രാ എൻട്രിയാണ്, രണ്ട് സൈഡിലും വരുന്നുണ്ട്. കയ്യിലിരുന്ന ക്യാഷ് കുറയുകയും ചെയ്തു, ബാങ്കിലെ പൈസ കൂടുകയും ചെയ്തു. അപ്പോൾ കൂടിയത് ഏതാണെന്ന് നോക്കുക, ബാങ്കിലെ പൈസ കൂടി, അതൊരു റെസിപ്റ്റാണ്. അപ്പോൾ ബാങ്കിലെ പൈസ കൂടി 150 ബാങ്കിൽ കൂട്ടി. എങ്ങനെയാണ് കൂടിയത്? ക്യാഷ് എടുത്ത് ബാങ്കിലോട്ട് ഇട്ടപ്പോൾ കൂടുകയാണ് ചെയ്തത്. ആ റീസണും എഴുതി, അതൊരു കോൺട്രാ എൻട്രിയാണ്, സി ഇടുകയും ചെയ്തു. അതേപോലെ എന്താണ് കുറഞ്ഞത്? ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ക്യാഷ് കുറഞ്ഞെന്നും പറഞ്ഞ് 150 ക്യാഷിൻ്റെ കോളത്തിൽ ഓപ്പോസിറ്റ് അതേ ഡേറ്റിൽ എഴുതി. എങ്ങനെ കുറഞ്ഞു? ബാങ്കിലോട്ട് ഇടാൻ വേണ്ടി കുറഞ്ഞു. അപ്പോൾ ബാങ്കിൽ നിന്ന് എഴുതി, അതും എഴുതി. സോ കോൺട്രാ എൻട്രി ആയതുകൊണ്ട് അതിന് രണ്ട് സൈഡിൽ വന്നു. സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇത് മൊത്തം ട്രാൻസാക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആയി, എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് മൊത്തം കൂട്ടുക. റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് മൊത്തം കൂട്ടിയപ്പം ഞാനിവിടെ മുകളിൽ റഫായിട്ട് എഴുതി വെച്ചേക്കുന്ന പോലെ 2450 എന്നൊരു സംഖ്യ കിട്ടി. റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് മാത്രം. അടുത്ത റെസിപ്റ്റ് സൈഡിലെ പേയ്മെൻറ്റ് മാത്രം കൂട്ടുക. അത് കൂട്ടിയപ്പോൾ 7150 എന്ന സംഖ്യ കിട്ടി. ഇത് രണ്ടും താഴോട്ട് എടുത്ത് എഴുതരുത്, ജസ്റ്റ് മുകളിൽ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി അതേപോലെ അപ്പുറത്തെ സൈഡിൽ പേയ്മെൻറ്റിൻ്റെയും കൂട്ടുക. ക്യാഷ് ചെയ്തു, ക്യാഷിൻ്റെ മൊത്തം കൂട്ടിയപ്പോൾ എനിക്ക് 200 കിട്ടിയത്. 150, 50, 200 ക്യാഷിൻ്റെ ടോട്ടൽ കിട്ടി. പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. ബാങ്കിൻ്റെ കൂട്ടിയപ്പോൾ 3600 കിട്ടി. സോ ഇവിടത്തെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ക്യാഷ് 2450 ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ക്യാഷ് 200 ഉള്ളൂ. ഇവിടുത്തെ ബാങ്കിൽ 7150 ഉണ്ട്, ഇവിടെ 3600 ഉള്ളൂ. സോ നമ്മളിതിൽ വലുതെടുക്കും. ഫോർ എക്സാമ്പിൾ 200-നേക്കാൾ വലുതാണ് ഇവിടുത്തെ ക്യാഷിൽ 2450. അപ്പോൾ അത് രണ്ട് സൈഡിലും
എന്നാ ക്യാഷിൻ്റെ ടോട്ടലായിട്ട് എഴുതും. 2450 ഇവിടെ എഴുതും, അതേപോലെ തന്നെ 2450 ഇവിടെ എഴുതും. ഇവിടെ എഴുതും 2450. പിന്നെ ഇവിടുത്തെ ടോട്ടൽ ഇപ്പം നോക്കണ്ട, ജസ്റ്റ് ഏറ്റവും വലുത് ഏതാണ്, ഈ 2 ക്യാഷിൽ ഏതാണ് വലുത്, ഇതാണ് വലുത്, അത് ടോട്ടലായിട്ട് അങ്ങ് എടുത്തെഴുതും. 2 സൈഡിലും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ടോട്ടലായിട്ട് എഴുതും. അതിൻ്റെ മുകളിൽ ചെറിയൊരു എൻട്രി വരുന്നുണ്ട്, അതിന് നമ്മൾ ഇച്ചിരി സ്ഥലം കൊടുക്കും. എന്നിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ബാങ്ക് തമ്മിൽ കമ്പയർ ചെയ്യും. ഇവിടെ 3600 ഉള്ളൂ, ഇവിടെ 7150 ഉണ്ട്. അപ്പം വലുത് നോക്കുമ്പോൾ 7150 വലുത്. അത് 2 സൈഡിലും ടോട്ടലാക്കി എഴുതും. 7150 ഇവിടെ എഴുതും, 7150 ഇവിടെ എഴുതും. അപ്പം 2450 നമ്മൾ നേരത്തെ എഴുതിയതുകൊണ്ട് 7150 ഇവിടെയുണ്ട്, അത് തന്നെ ഇങ്ങോട്ടും ഉണ്ട്. സോ ഇത് മൊത്തം കൂട്ടുമ്പം 2450 കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് മൊത്തം കൂട്ടുമ്പം 7150 കിട്ടുന്നുണ്ട്. സോ ഈ സൈഡ് ഓക്കെയാണ്. ഈ സൈഡിലോട്ട് വരുമ്പം ഇവിടെ 200 വരുന്നുള്ളൂ, പക്ഷെ നമ്മൾ ടോട്ടലായിട്ട് 2450 രൂപ എഴുതി വെച്ചു. ഈ എൻട്രി ഇപ്പം നോക്കണ്ട, ഇത് നമ്മൾ ഇനി എഴുതാനുള്ള എൻട്രിയാണ്. 200 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉള്ളൂ, ബട്ട് 2450 രൂപ എഴുതി. ഇവിടെ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 3600 ഉള്ളൂ, ബട്ട് 7150 എഴുതി വെച്ചു. അപ്പം 3600 ഇവിടെ 3550 അല്ലേ കിടക്കുന്നത്? ഇവിടെ മുകളിലത്തെ എമൗണ്ടായി മാറി, 3650 ഇവിടെ 3600 ഇവിടെ വരുന്നത്. 3650 അല്ല, 3600. 3600 ഇത് 3 കൂടെ കൂട്ടുമ്പോൾ വരുന്നത് 3600. അതായത് ഇത് നോക്കണ്ട, ഈ എൻട്രി നോക്കുക വേണ്ട. ഈ എൻട്രി ഞാൻ അത് കഴിഞ്ഞ് എഴുതി വെച്ചേക്കുന്ന, ആ എൻട്രി നോക്കുക വേണ്ട. ഇത്രയാണ് നമുക്ക് വരുന്നത്. സോ ഈ 3600-നെ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 3600 കിട്ടും. 3600-നെ 7150 ആക്കണം. അതിന് നമ്മൾ ഇതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം അത് നമ്മൾ എഴുതുക. സോ ഈ 3600-ൻ്റെ കൂടെ 3550 അത് നമുക്ക് മൈനസ് ചെയ്താൽ കിട്ടും. 7150 മൈനസ് 3600 ചെയ്യുമ്പോൾ 3550 എന്ന് കിട്ടും. അതും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ എമൗണ്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മളിവിടെ എടുത്തെഴുതി, ജസ്റ്റ് ചുമ്മാ എടുത്തെഴുതി. എന്നിട്ട് അടുത്തത് നോക്കി, 2450 ഉണ്ട്, പക്ഷേ ഇവിടെ മൊത്തം 200 ഉള്ളൂ. അപ്പം 200-നെ എങ്ങനെ 2450 ആക്കാം? അപ്പോൾ അതിൻ്റെ കൂടെ 2250 എന്ന് പറഞ്ഞൊരു എമൗണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് 2450 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് അവിടെ നമ്മൾ എഴുതിയെടുത്ത്, ഇത് നമ്മൾ കണക്ക് കൂട്ടി നമ്മളായിട്ട് തന്നെ എഴുതുന്ന എമൗണ്ടാണ്. അതിന് നമ്മളൊരു പേര് കൊടുക്കും, ബാലൻസ് CD, അതായത് ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ഈ സൈഡിൽ നമുക്ക് റെസിപ്റ്റായിട്ട് മൊത്തം 2450-ഉം 7150-ഉം കിട്ടി. ഈ സൈഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് 200-ഉം 3600-ഉമാണ്. അങ്ങനെയാണെങ്കിൽ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇത്ര എമൗണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ഇത്ര എമൗണ്ട്, കിട്ടിയതിൽ നിന്ന് പോയത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ എമൗണ്ട് കിട്ടും. ഇതാണ് നമുക്ക് ആ മാസം നമ്മുടെ കയ്യിലുള്ള ബാക്കി ബാലൻസ്, ഈ പ്രോഫിറ്റായിട്ടും കൂട്ടാം. ഇതാണ് നമ്മുടെ കയ്യിലെ ബാക്കിയുള്ള ബാലൻസ്. ഈ ബാലൻസാണ് അടുത്ത മാസം നമ്മൾ എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുമ്പോൾ ഈ ബാലൻസ് BD എന്ന് പറഞ്ഞ് മാർച്ചിലായിട്ട് എഴുതുന്നത്. പിന്നെ ഇതിങ്ങനെ സൈക്കിൾ പോലെ അങ്ങ് പോകും. വിച്ച് മീൻസ് അടുത്ത മാസം നമ്മൾ ഉണ്ടാക്കുമ്പം 2250 ഈ പുതിയൊരു ബുക്ക് ഉണ്ടാക്കുമ്പോൾ ബാലൻസ് BD എന്ന് പറഞ്ഞ് 2250 ക്യാഷ് കോളത്തിലെഴുതും, 3550 ബാങ്ക് കോളത്തിലെഴുതും. അപ്പം ഇത് അതേപാടെ മറ്റേലോട്ട് എടുത്തെഴുതും. പിന്നെ മറ്റേതിൻ്റെ മാർച്ച് മാസത്തെ എൻട്രികളെല്ലാം എഴുതി തീരും. ഇങ്ങനെയാണ് ഇത് ടോട്ടൽ ചെയ്യുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും ടോട്ടൽ ചെയ്യുക, വലുത് ഏതാണോ അത് ടോട്ടലായിട്ട് അങ്ങ് എഴുതുക. എന്നിട്ട് ചെറുതുള്ള സൈഡിൽ അത് വലുതാക്കാൻ എന്തോരം കൂടെ കൂട്ടണം എന്ന് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് ഈ 2 സൈഡിലാണ് വലിയ എമൗണ്ട് വന്നിരുന്നത്, ഈ 2 സൈഡിലും ചെറിയ എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ഈ വലിയ എമൗണ്ട് ഇവിടെ എഴുതണം, ഇവിടെയും ടോട്ടലായിട്ട് തന്നെ എഴുതുക. എന്നിട്ട് ഈ ചെറിയ എമൗണ്ടിനെ എങ്ങനെ വലിയ എമൗണ്ട് ആക്കാം, അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാലാണ് അത് വലിയ എമൗണ്ട് ആവുക, ടോട്ടൽ ആവുക എന്ന് നോക്കിയിട്ട് ആ കൂട്ടുന്ന എത്ര എമൗണ്ട് ആണോ അത് ബാലൻസ് CD എന്ന് പറഞ്ഞെടുത്ത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് കംപ്ലീറ്റ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ 2 നമ്മൾ സാറ് തന്നിരിക്കുന്നതനുസരിച്ചാണ് 2 ബാങ്ക് 2 സെയിൽസ് 2 ക്യാഷ് എന്നുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ബൈ എന്ന് എഴുതണം. ഞാനത് എഴുതിയപ്പോൾ വിടാൻ മറന്നു പോയതാണ്. സോ ബൈ ക്യാഷ്, ബൈ പർച്ചേസ്, ബൈ സ്റ്റേഷനറി, ബൈ ഇലക്ട്രിസിറ്റി ബിൽ, ബൈ ബാങ്ക്, അങ്ങനെ എഴുതണം. അല്ലെ പിന്നെ ഇവിടെ പ്ലെയിൻ ആയിട്ട് ബാങ്ക് സെയിൽസ് ക്യാഷ് എന്ന് വിടണം. ഇവിടെ എൻട്രിക്ക് മുമ്പ് 2 എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രിക്ക് മുമ്പ് ബൈ എന്ന് എഴുതിയിരിക്കണം. അല്ലെ പ്ലെയിൻ ആയിട്ട് എഴുതാം.